സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നായ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, സാർ, ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനെ സംബന്ധിച്ച് പുതുതായി കേൾക്കുന്ന ഒരു വാർത്ത, ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട്സ് എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. കേന്ദ്രം ചെയ്യാൻ പോകുന്ന ഒരു വികസന പദ്ധതി ആണ് എന്നാണ് നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നത്. എന്നാൽ അതിന്മേൽ ചില എതിർപ്പുകളൊക്കെ വരുന്നുണ്ട്. സർ, നമുക്കറിയേണ്ടത് എന്താണ് ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട്സ്, എന്താണ് ആ പദ്ധതി? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തെ ഇന്ത്യയുടെ ഒരു വാണിജ്യ അതുപോലെ മിലിറ്ററി സൈനിക ഹബ്ബാക്കി കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റോടെ വിഭാവനം ചെയ്യുന്ന ഒരു വൻ പദ്ധതിയാണ് ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിന്റെ പ്രത്യേകത, ഇത് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ മലേഷ്യ, തായ്ലൻഡ് ഇതിനോടൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു നിയറസ്റ്റ് മലേഷ്യയിലെ നിയറസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 200 കിലോമീറ്റർ താഴെയാണ്. അതുപോലെ തന്നെയാണ് അതിലൊരല്പം കൂടി ഒരു 250 കിലോമീറ്റർ ആണ് തായ്ലൻഡിലെ നിയറസ്റ്റ് പോയിന്റ്. പൂക്കേതൊക്കെ ഇതിന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോ തെക്ക് കിഴക്കൻ ഏഷ്യയുടെ തന്നെ വികസനത്തിന്റെ ഒരു ഭാഗം നമുക്കും ലഭിക്കാനുള്ള ഒരു വൻ പദ്ധതിയാണ് ദ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. അതിന്റെ വിശദാംശങ്ങൾ ആദ്യം പറയുകയും അതിനെക്കുറിച്ച് ഒരു സൂചന ആദ്യം പറഞ്ഞിട്ട് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുകൂടെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അപ്പം ഈ പദ്ധതി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ സമഗ്ര വികസനമാണ്. അത് ഡ്യുവൽ പർപ്പസ് പ്രോജക്റ്റ് എന്ന് പറയും. അതായത് സാമ്പത്തികമായിട്ടും നമുക്ക് പ്രയോജനം ചെയ്യും, സൈനികമായിട്ടും പ്രയോജനം ചെയ്യും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ പോർട്ടായ ഗലാത്തിയ ബേ എന്ന് പറയുന്ന പോർട്ട്, അത് വൻ വികസനം ആ പോർട്ടിന് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ വിഴിഞ്ഞം പോലെ ഒരു ഡീപ് സീ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് ഈ ഗലാത്തിയ ബേയിൽ വിഭാവനം ചെയ്യുന്നത്. വിഴിഞ്ഞവുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട്. വിഴിഞ്ഞം പോലെ തന്നെ വിഴിഞ്ഞം കുറച്ചുകൂടി ആഴമുണ്ട്, പക്ഷെ എങ്കിലും ഒട്ടും മോശമല്ലാത്ത 20 മീറ്റർ ആഴം സ്വാഭാവികമായിട്ടുള്ള ഒരു പോർട്ടാണ്. അതായത് എല്ലാത്തരം മദർഷിപ്പുകൾക്കും ആ പോർട്ടിൽ പ്രത്യേകിച്ച് ഡ്രഡ്ജിങ് ഒന്നും നടത്താതെ തന്നെ അവിടെ ആങ്കർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട് ആയിരിക്കും ഗലാത്തിയ ബേയിൽ ഉണ്ടാകാൻ പോകുന്നത്. അവിടുത്തെ ചരക്ക് ഹാൻഡലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 14.2 മില്യൺ TEU ആണ്. TEU എന്ന് പറഞ്ഞാൽ 20 ഫൂട്ട് ഇക്വലന്റ് യൂണിറ്റ് എന്നാണ്. ഒരു കണ്ടെയ്നർ 20 അടി നീളം 20 അടി വീതിയുള്ള 20 അടി നീളമുള്ള ഒരു കണ്ടെയ്നർ, അതിനാണ് ഈ 20 ഫൂട്ട് ഈക്വലന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം 14.2 മില്യൺ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് ഈ തുറമുഖത്തിന് ഉണ്ടാകാൻ പോകുന്നത്. ഇത് മില്യൺ ആണെന്ന് ഓർക്കണം. അപ്പോൾ ഇത് വന്നാലുള്ള ഒരു ഗുണം, നമുക്ക് വിഴിഞ്ഞം നമ്മുടെ പടിഞ്ഞാറേ ഭാഗത്ത്, കിഴക്കേ അറ്റത്ത് ഗലാത്തിയ ബേ, അതായത് നിക്കോബാർ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് അത് വരികയാണ്. അത് അങ്ങനെ പിന്നെ അതുപോലെ നമ്മുടെ ബോംബെയിൽ മറ്റൊരെണ്ണം വരുന്നു. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഇന്ത്യയിലേക്ക് മദർഷിപ്പുകൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ പോവുകയാണ്. ഇതുവരെ ദുബായ് പോർട്ടിനെയും സിംഗപ്പൂർ പോർട്ടിനെയും കൊളംബോയും ഒക്കെ ആശ്രയിച്ചിരുന്ന നമ്മൾ ഇനി ഈ പോർട്ടുകളെല്ലാം നമ്മുടെ ഫംഗ്ഷനിലായാൽ, ഓപ്പറേഷനിലായാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്വയം പര്യാപ്തതയിലെത്തും. പിന്നെ അതുപോലെ ഒരു ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട് വിഭാവനം ചെയ്യുന്നുണ്ട്. പീക്ക് അവറിൽ 4000 പേർക്ക് ഒരേ സമയം ആ എയർപോർട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ വലിയൊരു വൈദ്യുതി ഉൽപാദനം, അത് പ്രത്യേകിച്ച് സോളാർ എനർജി, 450 മെഗാവാട്ടിന്റെ ഒരു സോളാർ പവർ പ്ലാന്റ് അവിടെ വരുന്നു. പിന്നെ അവിടെ ഒരു ആസൂത്രിതമായ ഒരു നഗരം കൊണ്ടുവരുന്നു. ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കി പറഞ്ഞാൽ ആ പദ്ധതി. അങ്ങനെ 4 ഘടകങ്ങളുള്ള, അതായത് പോർട്ട്, എയർപോർട്ട്, ടൗൺഷിപ്പ്, പവർ ജനറേഷൻ, ഇതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട വശങ്ങൾ. ഇത് കോൺഗ്രസ് പെട്ടെന്ന് ഇതിനെ വലിയ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പദ്ധതി അതായത് ഈ
ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ ഏറ്റവും പ്രധാന പാതയായ മലാക്ക സ്ട്രെയിറ്റിന്റെ അതിന്റെ അതിനോട് ചേർന്നാണ്. അതായത് ഇന്ത്യ ഇവിടെ ഒരു കൃത്യമായ സൈനിക കേന്ദ്രം പണിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോർട്ട് ഡുവൽ പർപ്പസ് പോർട്ടാണ്. നമ്മളിപ്പോൾ ആദ്യം അതിന്റെ വാണിജ്യ പ്രാധാന്യത്തെക്കുറിച്ചേ പറഞ്ഞുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, ഇന്ത്യൻ നേവിയുടെ വിമാനവാഹിനി കപ്പലുകൾ വരെ അവിടെ ഉണ്ടാകും. ഇന്ത്യയുടെ അത്യന്താധുനിക ഗൈഡഡ് സ്റ്റെൽത്ത് ഡിസ്ട്രോയറുകൾ അവിടെ ഉണ്ടാകും. ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ചൈനയ്ക്ക് ഞെട്ടലാണ് ഉണ്ടാകുന്നത്. എന്തെന്നാൽ ഈ മലാക്ക സ്ട്രെയിറ്റിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും ഇനി ഇന്ത്യയുടെ നിയന്ത്രണത്തിലാവാൻ പോവുക. അതായത് ഇന്ത്യ ഒരു മിസൈൽ വിട്ടാൽ മതി, ഒരു ഒറ്റ ബ്രഹ്മോസ് മിസൈലിന്റെ കാര്യമേ ഉള്ളൂ, അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടും. ഇറാൻ പോലൊരു രാജ്യത്തിന് ഹോർമൂസ് ഉൾക്കടലിലൂടെയുള്ള ഗതാഗതം അമേരിക്കയെ വെല്ലുവിളിച്ച് എത്ര നിസ്സാരമായിട്ട് അവർ തടഞ്ഞിരിക്കുകയാണ്. അതിന്റെ എത്രയോ ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ വിചാരിച്ചാൽ ചൈനയിലേക്കുള്ള മലാക്ക സ്ട്രെയിറ്റിലൂടെയുള്ള ചരക്ക് നീക്കം അതോടെ നിൽക്കും. ഇതാണ് പ്രാധാന്യം. അതിനാൽ തന്നെ ഈ പദ്ധതി അട്ടിമറിക്കണം എന്ന് ചൈനയ്ക്ക് വളരെ വ്യക്തമായ ഒരു പ്ലാനുണ്ട്. കോൺഗ്രസ് ഇവിടെ ഈ പദ്ധതി എതിർക്കുമ്പോൾ അറിഞ്ഞുകൊണ്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പരോക്ഷമായിട്ടെങ്കിലും ചൈനയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിലേക്കാണ് അക്കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. കോൺഗ്രസ് മുഖ്യമായും പരിസ്ഥിതിക്ക് ഈ പദ്ധതി ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അത് എതിർപ്പ് ഉന്നയിക്കുന്നത്. സർക്കാരിന്റെ കണക്കനുസരിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഫോറസ്റ്റ് കവറിന്റെ വെറും 1.8% മാത്രമാണ് ഈ പദ്ധതി മൂലം ബാധിക്കപ്പെടുന്നത്. അവിടുത്തെ പ്രധാന ഗോത്രങ്ങളായിട്ടുള്ള 2 ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങളെ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്നുള്ളത് ഇവിടെ പ്രത്യേകം നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത്. അപ്പോ ഈ 2 ഗോത്രങ്ങളിലൂടെ ഒരു 1200 ആൾക്കാരേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1000 ഒന്നും ഇല്ല, 1200 പോലും വരുന്നില്ല. പക്ഷെ ഞാൻ എത്ര ഊതി വീർപ്പിച്ച കണക്കുകൾ കൊണ്ടുവന്നാൽ തന്നെ പരമാവധി അത്ര മാത്രമേ വരുന്നുള്ളൂ. അപ്പോ അവരുടെ കാര്യം തീർച്ചയായിട്ടും സർക്കാർ പരിഗണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ നഷ്ടപ്പെടുന്ന ഫോറസ്റ്റ് കവറിന് ബദലായിട്ട് 97.3 ചതുരശ്ര കിലോമീറ്ററിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും നഷ്ടപ്പെടുന്ന മരങ്ങൾക്ക് ബദലായിട്ട് മറ്റ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ആ പ്രദേശത്തെ വീണ്ടും ഹരിതാഭമാക്കി നിലനിർത്തുമെന്നാണ് സർക്കാർ പറയുന്നത്. കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് വളരെ അമൂല്യമായ തരം ചെടികളും അതുപോലെ പക്ഷിമൃഗാദികളുമുള്ള സ്ഥലമാണെന്നും അവിടുത്തെ ആദിവാസികളായ ഷോംപൻ, നിക്കോബാറീസ് എന്നീ പറയുന്ന 2 ഗോത്രങ്ങൾക്കും ഈ വികസനം വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഒക്കെയാണ് പദ്ധതിയെ എതിർക്കുന്നവർ പറയുന്നത്. അപ്പോൾ മുഖ്യമായിട്ടും പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതമാണ് പദ്ധതിയെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണം. പക്ഷേ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പദ്ധതി ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കളയാൻ പര്യാപ്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ 14 മില്യണിലധികം കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള തുറമുഖമാണ്. സത്യത്തിൽ ഈ കണ്ടെയ്നർ വന്നാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് സിംഗപ്പൂർ. കാരണം ഇപ്പോഴേ ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകൾ, ഇന്ത്യയിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ മദർഷിപ്പുകൾ സിംഗപ്പൂർ തുറമുഖത്തടുത്ത് അവിടെ അത് ഇറക്കിയിട്ട് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റിയിട്ടാണ് നമ്മുടെ രാജ്യത്തേക്ക് വിടുന്നത്. അപ്പോൾ ആ ബിസിനസ് മുഴുവൻ സിംഗപ്പൂരിന് നഷ്ടപ്പെടും. കാരണം മദർഷിപ്പ് നേരെ വന്ന് ആൻഡമാനിലെ നിക്കോബാർ ഐലൻഡിലെ ഗലാത്തിയ ബേയില് ഇത് കൊണ്ടുവന്ന് അവിടുന്ന് ട്രാൻസ്ഷിപ്മെന്റ് നടത്താമല്ലോ. അപ്പോൾ അത് മുഴുവൻ, ആ അവസരം മുഴുവൻ ഇന്ത്യക്കാണ് കിട്ടുന്നത്. ആ വിദേശ നാണ്യം മുഴുവൻ ഇന്ത്യക്കാണ് കിട്ടുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, 3-4 തുറമുഖങ്ങൾ വലിയ, ഇപ്പൊ അതില് നമ്മുടെ വിഴിഞ്ഞം വലിയ വിജയമാണ്. ആദ്യത്തെ കൊല്ലം തന്നെ വിഭാവനം ചെയ്തതിനേക്കാൾ കൂടുതൽ ചരക്കുകൾ അവിടെ കൈമാറി ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ലോകത്ത് MSN ഷിപ്പിംഗ് കമ്പനി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പോലും വിഴിഞ്ഞത്ത് ആങ്കർ ചെയ്തു. അപ്പോ വിഴിഞ്ഞം ഇന്ന് ഏഷ്യയിലെ തന്നെ 1ാം നിര തുറമുഖമായി മാറി. അത്രയ്ക്ക് ആഴമില്ലെങ്കിലും ഈ വിഴിഞ്ഞത്തിന്റെ ഒരു തീരത്തോടടുത്ത ആഴം എന്ന് പറയുന്നത് 24 മീറ്ററാണ്. അത്രയ്ക്കില്ലെങ്കിലും 20 മീറ്റർ ഉണ്ട് ഈ ഗലാത്തിയ ബേ പോർട്ടിന്. ഇപ്പോഴുള്ള ഏറ്റവും വലിയ കപ്പലും
അടുക്കാനും ഇത് മതി. കാരണം ഉം. 18-17 മീറ്റർ ആഴമുള്ള ഒരു തുറമുഖം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള എത്ര വലിയ കപ്പലുകൾ, പാനമെക്സ് ക്ലാസ് എന്നൊക്കെ പറയുന്ന കപ്പലുകൾക്ക് അവിടെ കയറാൻ, ആങ്കർ ചെയ്യാൻ പറ്റും. അപ്പോ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് ഉള്ള ഗേറ്റ് വേ ആയിട്ട് ആൻഡമാൻ നിക്കോബാർ മാറും. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഉള്ള വികസനം, അവര് അച്ചീവ് ചെയ്ത വലിയ വികസനം, മലേഷ്യയും തായ്ലൻഡും ഒക്കെ നേടിയെടുത്ത വികസനത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. അതുപോലെ എയർപോർട്ട് ഒരു വർഷം 1 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എയർപോർട്ടാണ് വരാൻ പോകുന്നത്. ഇന്ത്യയുടെ, ഞാൻ ആദ്യം പറഞ്ഞു ഗലാത്തിയ ബേ എന്ന് പറയുന്നത് ഡ്യുവൽ പർപ്പസ് പോർട്ടാണ്. അതുപോലെ ഈ എയർപോർട്ടും ഡ്യുവൽ പർപ്പസ് ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ വിമാനങ്ങൾക്ക് പോലും അവിടുന്ന് പറന്നുയരാനും ലാൻഡ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോ അവിടെ ഒരു വലിയ സൈനിക കേന്ദ്രമായിട്ടും രൂപപ്പെടും. അതുപോലെ തന്നെ ഇന്ത്യയുടെ മിസൈലുകൾ, കരയിൽ നിന്നും കടലിലേക്ക് പ്രയോഗിക്കാവുന്ന മിസൈലുകൾ, ഇപ്പം നമ്മൾ പുതുതായിട്ട് പരീക്ഷിച്ച് വിജയിച്ച ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈലൊക്കെയാണ് അവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്നത്. ഈ സത്യത്തിൽ ഇന്ത്യ ഇപ്പോൾ അങ്ങനെ ഒരു നീക്കം നടത്തിയില്ലായിരുന്നു, ഇന്ത്യ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ അവഗണിച്ചിടുകയായിരുന്നെങ്കിൽ ആർക്കറിയാം, ചൈന അവിടെ വന്ന് പിന്നെ ഒരു സുപ്രഭാതത്തിൽ അവിടെ കയറി ചൈനീസ് സൈന്യം അവിടെ നിലയുറപ്പിച്ചാൽ പിന്നെ അവരെ ഇറക്കി വിടാൻ പറ്റും. ഇപ്പം ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്നതിനിടയിലെ അതുപോലെ അമേരിക്ക ഇസ്രായേൽ സഖ്യകക്ഷികളും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നതിനിടയിലെ ഇസ്രായേല് വളരെ ബുദ്ധിപൂർവമായ ഒരു കാര്യം അവിടെ ചെയ്തു. അതായത് ഇറാനോട് ചേർന്ന് കിടക്കുന്ന ഇറാഖിന്റെ മരുഭൂമികൾ കുറെ ഭാഗം ഇസ്രായേൽ അങ്ങ് പിടിച്ചെടുത്തിട്ട് അവിടെ ഒരു സൈനിക കേന്ദ്രം തുടങ്ങി. ഇതാരും അറിഞ്ഞില്ല. ഈ മരുഭൂമിയിലൊന്നും എല്ലാ ദിവസവും ആള് പോയിട്ട് അവിടെ ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടോ എന്ന് നോക്കില്ല. തീർച്ചയായിട്ടും. അതുപോലെ ആയനെയും ഈ ആൻഡമാൻ നിക്കോബറിലേക്ക് ചൈനീസ് സൈന്യം ഒരു രാത്രി ഞാനൊന്ന് ഇടയ്ക്കിടപെട്ടോട്ടെ സാർ. സാർ, ഈ കഴിഞ്ഞ എത്രയെങ്കിലും കേന്ദ്രഭരണം നമുക്കിവിടെ ഉണ്ടായിരുന്നല്ലോ സാർ. ആ ഇപ്പോ നരേന്ദ്രമോദി സർക്കാർ 3ാമത് ടേം ഭരിക്കാൻ വരികയാണെങ്കിലും ഇതുപോലൊരു പ്രോജക്റ്റ്, നമുക്കിങ്ങനെ ഒരു സാധ്യത ഈ നിക്കോബാർ ഐലൻഡുകൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും ഇതുവരെ തോന്നിയില്ലല്ലോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നതിൽ തെറ്റുണ്ടോ? തീർച്ചയായിട്ടും പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. അതായത് ശരിക്കും 2ാം നരേന്ദ്രമോദി സർക്കാരാണ് ഈ പദ്ധതി ഡ്രാഫ്റ്റ് ചെയ്തതല്ല. അതിനു മുമ്പ് ഒരുപാട് കാലം ഇവിടെ പിന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കൊല്ലമായി? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് നമുക്ക് അറിയാൻ വയ്യാത്തല്ലോ. അവിടുത്തെ സെല്ലുലാർ ജയിലുകളിലല്ലയോ പല സ്വാതന്ത്ര്യ സമര പോരാളികളെയും കൊണ്ട് അടച്ചത്. തീർച്ചയായിട്ടും. പക്ഷേ ഇങ്ങനെ ഒരു സമഗ്ര വികസന പദ്ധതി ദൗർഭാഗ്യവശാൽ മുൻ സർക്കാരുകൾ അത് പരിഗണിച്ചില്ല എന്നുള്ളത് അവർ വേണ്ട രീതിയിൽ ഇന്ത്യയുടെ ദ്വീപ സമൂഹങ്ങൾ നിയന്ത്രിക്കുന്നതില് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. ഇപ്പൊ ലക്ഷദ്വീപില് ഈ ഇടയ്ക്ക് ലക്ഷദ്വീപിൽ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം ലക്ഷദ്വീപിന്റെ ഈ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപിനേക്കാൾ വളരെ വലിയ ഒരു ദ്വീപ സമൂഹമാണ്. അതെ സാർ, അതെ. പക്ഷെ ലക്ഷദ്വീപ് കുറച്ചുകൂടെ 10-14 ദ്വീപുകൾ മാത്രമേ ഉള്ളൂ. അല്ല, 32 ദ്വീപുകളാണ്. അതിൽ 14 മനുഷ്യവാസമുള്ളൂ. ഈ മനുഷ്യവാസം ഇല്ലാത്ത 2 ചെറിയ ദ്വീപുകളിലെ മയക്കുമരുന്ന് കള്ളക്കടത്തുകാർ താവളം ഉറപ്പിച്ചിരുന്നു. അതാണ് പെട്ടെന്ന് ലക്ഷദ്വീപ് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യത്തോടുകൂടി അവിടെയും ഇതുപോലെ തന്നെ വലിയ വികസനവും സൈനിക കേന്ദ്രവും ഒക്കെ വരുന്നു. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചർച്ച ചെയ്തതാണ്. അതെ. അപ്പോ അതിനേക്കാൾ എത്രയോ വലിയ പ്രോജക്റ്റാണ് ഈ ആൻഡമാൻ നിക്കോബാറിൽ വരുന്നത്. കാരണം ലക്ഷദ്വീപിൽ ആകെ എനിക്ക് തോന്നുന്നത് ഒരു 40 ചതുരശ്ര കിലോമീറ്റർ ഒക്കെ വരുന്ന ചെറിയൊരു ഏരിയയാണ്. പക്ഷെ ആൻഡമാൻ നിക്കോബാർ അതല്ല, 10,000 ചതുരശ്ര കിലോമീറ്റർ ഏരിയ ഉണ്ട് അത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് നമുക്ക് എനിക്ക് തോന്നുന്നു സമയം ഒരുപക്ഷെ പതുക്കെ സമയം പരിധിയിലേക്ക് കടക്കുകയാണെന്ന് തീർച്ചയായിട്ടും. അപ്പോ 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത്. പോർട്ടിന്റെ വികസനത്തിൽ തുടങ്ങി എയർപോർട്ടിലേക്ക് എത്തി ടൗൺഷിപ്പ്, സമാന്തരമായിട്ട് പോർട്ടിന്റെ വികസനത്തിനോട് സമാന്തരമായിട്ട് വൈദ്യുതി ഉൽപാദനം. അപ്പൊ ടൗൺഷിപ്പ് ലാസ്റ്റിലായിരിക്കും. അങ്ങനെ 3 ഘട്ടമായിട്ട് വരുന്ന ഈ വികസന പദ്ധതി ഈ ആൻഡമാൻ നിക്കോബാറിന്റെ അല്ല, ഇന്ത്യയുടെ തന്നെ മുഖച്ഛായ മാറ്റുകയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം മലാക്ക സ്ട്രേറ്റിന് തൊട്ടടുത്ത് ഇന്ത്യയുടെ കനത്ത സൈനിക സാന്നിധ്യം. ഇനി ഇന്ത്യയുടെ ഏതെങ്കിലും അതിർത്തി പ്രദേശത്ത് കരയിലൂടെ അവർ നമ്മളുടെ
പ്രദേശം കൈയടക്കുകയാണെങ്കിൽ കടലിലൂടെ അവരുടെ ഗതാഗതം തടസ്സപ്പെടുത്തി അവർക്കൊരു മറു ചെക്ക് കൊടുക്കാനും നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ കയ്യിലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ എതിരാളി ഒന്ന് മടിക്കും കയറി വരാനായിട്ട്. തീർച്ചയായിട്ടും ബംഗ്ലാദേശുമായിട്ട് അമേരിക്ക ഇപ്പൊ പുതിയ കരാർ ഒപ്പിടുകയാണ്. അത് മറ്റൊരു ചർച്ചയിലൂടെ നമുക്കത് വിശദമാക്കാം. അപ്പോ ഇങ്ങനെയുള്ള പല വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയുടെ ഒരു വൻ സൈനിക സാന്നിധ്യം ആൻഡമാനിൽ ഉയർന്നു വരാൻ പോവുകയാണ്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ അഭിനന്ദനം കൊടുക്കാതെ നമുക്ക് നിർവാഹമില്ല. കാരണം ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക, അതായത് നമ്മുടെ രാഷ്ട്ര സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും നിശ്ചയമായിട്ടും ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് അത്യന്താപേക്ഷിതമാണ്. പരിസ്ഥിതി തീർച്ചയായിട്ടും കണക്കിലെടുക്കണം. ആ കണക്കിലെടുത്ത് അതിന് പരിഹാരം സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട്. കോൺഗ്രസ് എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്നുള്ള ഒരു വാച്ച് ഡോഗായിട്ട് നോക്കി അത് ഉറപ്പാക്കുക. അത് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അതാണ് അവരുടെ കടമ. പദ്ധതിയെ എതിർക്കുകയും പദ്ധതിയെ ഇല്ലാതാവണം എന്ന് വാദിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ താല്പര്യത്തിന് തന്നെ വിരുദ്ധമാണ്. അവരതിൽ നിന്നും പിന്മാറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രവിരുദ്ധ നീക്കം തന്നെയാണ് എന്നുള്ള വ്യാഖ്യാനങ്ങൾ വന്നാൽ അതിനെ നമുക്ക് എതിർക്കാൻ യാതൊരു യുക്തിയുമില്ല. കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരെ വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, വളരെ ഇൻഫർമേഷൻ ഉള്ള ഒരു വാർത്തയാണ്. ഇതിന്റെ അപ്ഡേഷൻസ് സാർ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം പങ്കുവയ്ക്കുമെന്ന് തന്നെ കരുതട്ടെ. നന്ദി.